അപ്പോൾ ശ്രീകുട്ടി നമ്മുടെ മഴ കാണാൻ പുറത്ത് വന്നതാണ്. കുറച്ച് നേരം രാവിലെ ഒരു 15 മിനിറ്റ് ഏറിയ പെയ്താലാണ് ഇവിടെ ഇങ്ങനെ കടൽ പോലെ ആവുക ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തേക്ക്. ഇത് വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ ഗ്രൗണ്ടാണ്. ഇപ്പം ഗ്രൗണ്ടിൻ്റെ അവസ്ഥയാണ് ഇപ്പം ഇത്. കണ്ടാ ഫുൾ വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ ഫുള്ളായി നിൽക്കും. ഇങ്ങനെ പുഴ പോലെ ആയി നിൽക്കുന്നുണ്ടാവും ഞങ്ങളുടെ ഗ്രൗണ്ട്. ഇറങ്ങാൻ പറ്റില്ല ഒരാഴ്ചത്തേക്ക്. അടുത്ത മഴ വീണ്ടും വരുന്നുണ്ട്. ഇതിപ്പോൾ രാവിലത്തെ മഴ മാത്രമാണ്. ഇന്ന് രാവിലത്തെ കാറ്റിന് നമ്മുടെ വലിയൊരു മുരിങ്ങമരമാണ് അല്ലേ ശ്രീകുട്ടി? ഞാൻ നന്നായിട്ട് വെച്ച് പിടിപ്പിച്ച ഒരു വലിയ മുരിങ്ങമരമായിരുന്നു. അതിതാ വീണ് ഒരു പരുവായി. ഇഷ്ടംപോലെ കായും പൂവും ഉണ്ടായിരുന്നു. കണ്ടോ? അത് കണ്ടോ? ഇനിയിപ്പോൾ എല്ലാം വെട്ടി കൊണ്ടുപോയി കളയണം. അതേ, നല്ല നമ്മുടെ മുരിങ്ങമരം കണ്ടാ. പിന്നെ ശ്രീകുട്ടി ഇതെന്താണെന്ന് മനസ്സിലായോ? അപ്പം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ റോഡിൻ്റെ അവസ്ഥ. ഇതേ ഒരു വണ്ടി വരുന്നുണ്ട്. അടുത്ത മഴ വരുന്നുണ്ട്. നമ്മൾ വേഗം പോവുകയാണ്. അങ്ങനെ ദേ റോഡെല്ലാം ഇപ്പോൾ പുഴ പോലെയായി. സെൻറ്റർ മാത്രം ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. പക്ഷെ വൈകുന്നേരത്തെ മഴ പെയ്താൽ ഇതും കൂടി അങ്ങ് കംപ്ലീറ്റ് ആവും, ഫുള്ളാവും. ഇതാണ് അങ്ങനെ വണ്ടികൾ പോകുന്ന അവസ്ഥ വെള്ളത്തിലൂടെ. യെസ്, വെയിറ്റ് വെയിറ്റ്. അപ്പം അത് നല്ല കാറ്റാണ്, നല്ല മഴക്കാറുണ്ട്. ആകാശം കാണുന്നുണ്ടോ? നല്ല പെരുമഴ ഇനിയും വരും. നല്ല ഇരുട്ട്, നല്ല ഇടി കേൾക്കുന്നുണ്ട്. അങ്ങനെ ശ്രീകുട്ടി ഇങ്ങോട്ട് വാ. നീ വെള്ളത്തിൽ കളിക്കുന്നില്ലേ? നോക്കിയേ, എന്താ? വേണ്ട വേണ്ട, വെള്ളത്തിൽ ഇറങ്ങണ്ടടി. വേണ്ട വേണ്ട, ആ വെള്ളത്തിൽ കളിക്കണ്ട. അത് അറബികൾ കളിക്കുന്നത് കണ്ടപ്പം എനിക്കൊരു കൊതി വെള്ളത്തിലിറങ്ങാൻ എനിക്കും. പക്ഷേ അവരൊക്കെ കണ്ട ശ്രീ ഭയങ്കര ഇടിയുണ്ട്. നമ്മൾ പോവുക. എന്ത്? അയ്യോ, നല്ല ഇടി. നമ്മൾ പോവുക. അടുത്ത മഴ പെയ്യും. ഇന്നിപ്പോൾ ട്യൂഷന് ആരും വരും തോന്നുന്നില്ല കേട്ടാ. എനിക്ക് എന്താ